ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പച്ചമാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മൂമ്മയുടെ സ്പെഷ്യലാണ്. അപ്പം നമുക്കത് നോക്കാം. അതിനായിട്ട് ഒരു പച്ചമുളക്, 2 ചുമന്നുള്ളി, നല്ല പച്ചമാങ്ങയാണ് ഞാനിവിടെ എടുത്തത്. അപ്പം നമുക്ക് ഈ പച്ചമാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത്. മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് കളർ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു ആവശ്യത്തിന് ജീരകവും, ഒരു 2 ചുമന്നുള്ളിയും, 1 അല്ലി വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചിടും. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മാങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരപ്പ് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നമുക്കിനി ഇത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് കടുക് വറുച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉലുവ ഇടണം. ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഉലുവ ഇടാം. ആവശ്യത്തിന് ഉലുവ ഇടാവുന്നതാണ്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് 2 ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ ഒന്ന് തിളച്ച് അരപ്പെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് ഏകദേശം ഒരു ബ്രൗണിഷായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻജോയ്.